ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ അനുഗ്രഹീതമായ ദുൽഖഅദ് മാസം ആരംഭിച്ചതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിന്റെ പല നാനാഭാഗങ്ങളിൽ നിന്നും പുണ്യമായ ഗേഹമായ നിർഭയത്വത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹാജിമാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്തെ ഈ സന്ദർഭത്തില് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഹാജിമാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരാണ് ഹാജിമാര്? നമ്മൾ മനസ്സിലാക്കണം. ഹാജിമാർ ആരാണെന്ന് മനസ്സിലാക്കണം. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വിശുദ്ധമായ പുണ്യഭൂമിയില് ഹജ്ജിനായി ഉംറയ്ക്കായി നല്ല നിയ്യത്തോടെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നല്ല നിയ്യത്തോടെ ഏതൊരാള് വിശുദ്ധമായ ഗേഹമായ അനുഗ്രഹീതമായ പരിശുദ്ധമായ ഭൂമിയിലേക്ക്, ആ കഅബാലയത്തിലേക്ക് ഹജ്ജിനായി ഉംറയ്ക്കായി പുറപ്പെട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അവർ അല്ലാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അപ്പൊ ആരാ ഹാജിമാരാരാ? അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു അതിഥി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒരു അതിഥി കടന്നു വരുമ്പോ എത്രമാത്രം സന്തോഷവാനായിരിക്കും നമ്മള്, സന്തോഷമായിരിക്കും നമുക്ക്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതിരിക്കുന്നത് എല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇവിടെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് ഹാജിമാര് പരിശുദ്ധമായ ഗേഹത്തിലേക്ക് പോകുന്നതെങ്കിൽ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുന്നതെങ്കിൽ അവരുടെ മഹത്വം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. ഇവിടെ ഒരു പക്ഷേ നിരന്തരമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും പോകാൻ പറ്റാത്ത ഒരുപാട് പാവപ്പെട്ട സഹോദരങ്ങൾ, ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അവര് വിഷമിക്കണ്ട. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 5 കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതിൽ 5ാമത്തെ കാര്യം എന്താണ്? കഴിവുള്ളവൻ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഉംറ ചെയ്യുന്ന സുന്നത്താണ്, ഹജ്ജ് ചെയ്യുന്ന കാര്യമാണ്. ഹജ്ജ് എന്താണ് പ്രിയമുള്ളവര്? ഓരോ മുഅ്മിനായ മനുഷ്യന്റെ മേൽ നിർബന്ധമാണ്. എങ്ങനെ? കഴിവുള്ളവർ ചെയ്താൽ മതി. മനസ്സിലായോ? കഴിവുള്ളവര് ചെയ്താൽ മതി. അപ്പൊ കഴിവുണ്ടായിട്ടും ചെയ്യാതിരുന്നാല് അവൻ ഏറ്റവും വലിയ പാപിയാണ്. അപ്പൊ പരിശ്രമിക്കണം. പരിശ്രമിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല, വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്ത്? ഇത് കേൾക്കുമ്പോൾ, ഹാജിമാരുടെ മഹത്വം കേൾക്കുമ്പോൾ, എനിക്ക് ഹാജി ആകാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചില്ലല്ലോ അള്ളാഹ് എന്ന് വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരോട് പറയുക, നിങ്ങളുടെ ഹജ്ജ് എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഹജ്ജുണ്ട്, നിങ്ങൾ എല്ലാ പ്രാവശ്യം ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഹജ്ജ്?
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ പാവപ്പെട്ടവന്റെ ഹജ്ജാണ്, ഫക്കീർമാരുടെ മിസ്കീന്മാരുടെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമുഅ ദിവസം, ജുമുഅ നമസ്കാരമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് പേടിക്കണ്ട, വിഷമിക്കണ്ട. നീ ജുമുഅ നമസ്കരിക്കുക, നിനക്ക് ഹജ്ജിന്റെ കൂലി ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നിന്ന് ഹാജിമാരായിട്ട് പോകുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. എങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മെ പഠിപ്പിച്ചു മനസ്സിലാക്കുകയാണ്. എന്ത്? ഹാജിമാരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? അള്ളാന്റെ റസൂല് പറയുകയാണ്. അത് വലിയ അവരുടെ ദുആയിക്ക് ഇജാബത്തുണ്ട് എന്ന്. എങ്ങനെ? ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാ അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ് ഇൻ ദഅവഹു അജാബഹും وَإِنْ يَسْتَغْفِرُوهُ غَفَرَ لَهُمْ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഹജ്ജിനായി ഉംറക്കായി പോകുന്നവരോ അല്ലാഹുവിന്റെ അതിഥികളാണ്. വഫദുല്ലാഹ്, അല്ലാഹുവിന്റെ വാഹകരാണ്, അതിഥികളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുകയാ, ഇൻദഅവഹു അജാബഹും, അവരെങ്ങാനും അല്ലാഹുവിനോട് ദുആ ചെയ്ത അജാബഹും, അവരുടെ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും, ഉത്തരം നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഇവിടെ പാവപ്പെട്ടവർ വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട കേട്ടോ. ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് നീ നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടടോ, നിന്റെ ദുആയും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നീ വിഷമിക്കേണ്ട, പ്രയാസപ്പെടണ്ട. എങ്ങനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, മൂന്ന് വിഭാഗം ആളുകളുടെ ദുആ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു രീതിയിൽ പറയുകയാണെങ്കിലോ, ഈ പറയാൻ പോകുന്ന മൂന്ന് വിഭാഗം ആളുകൾ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കലും അവരുടെ ദുആയ്ക്ക് യാതൊരു മറയുമില്ല എന്ന്
ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവും വെക്കേണ്ട കാര്യമില്ല എന്ന്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞെങ്കിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് എന്താ? ദഅവത്തുൽ മദ്ലൂം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മർദ്ദിക്കപ്പെട്ടവന്റെ ദുആയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല എന്ന് ലോകത്തിന്റെ ഗുരുനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞെങ്കിൽ അകാരണമായി നീ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചോ, അകാരണമായി നീ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചോ, മാനസികമായിട്ട് അവനെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, ആ വേദനയിൽ നിന്ന് അല്ലാഹുവിനോടവൻ ദുആ ചെയ്താൽ അതിൽ യാതൊരു മറയുമില്ലാതെ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ ആരാണ്? യാത്രക്കാര്. അവർക്ക് രണ്ട് രീതിയിൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒന്ന്, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നത് കൊണ്ട് ആ ഒരു ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ ദുആ സ്വീകരിക്കും. രണ്ട്, യാത്രക്കാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമസ്കാരത്തിന് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യന് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അതൊരു യാത്രയല്ലേ? ചിന്തിക്കടോ, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട ഈ മുസ്ലിമേ, പാവപ്പെട്ട മനുഷ്യ, നിന്റെ ദുആയിക്കും ഇജാബത്തുണ്ട്. ജുമാഅയ്ക്ക് വേണ്ടി നീ പള്ളിയിലേക്ക് നടന്നു പോകുന്നതും ഒരു യാത്രയല്ലേ? നിന്റെ ദുആയിക്കും ഇജാബത്തുണ്ട്, നീ വിഷമിക്കണ്ട. എനിക്ക് സമ്പത്തില്ലല്ലോ, എനിക്ക് വലിയ പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, എനിക്ക് ഹാജിയാകാൻ കഴിവില്ലല്ലോ എന്ന് വളരെ വിഷമത്തോടെ മനസ്സ് പൊട്ടി കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു സഹോദരൻ വന്ന് എന്നോട് അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ചങ്ക് പൊട്ടി. ആ മനുഷ്യന്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഹജ്ജിന് പോകാനായിട്ട്, ആ ഉംറയ്ക്ക് പോകാൻ, ആ പുണ്യഗേഹമായ ആ കഅബാലയം കാണാനായിട്ടുള്ള അതിയായ ആഗ്രഹം ആ മനുഷ്യന്റെ ആ ഒരു കണ്ണുനീരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാ പറയുന്നത്, സഹോദര, നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. നിനക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജ് ചെയ്തതിന്റെ കൂലി ഇതിലൂടെ അല്ലാഹു തരും. നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വദഅവത്തുൽ വലദു അലാ വലദിഹി, മാതാപിതാക്കളുണ്ടല്ലോ, തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയും അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, തീർന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൈനിസ്തഗ്ഫറൂഹു, അവരെങ്ങാനും ഈ ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന ആളുകളെ അവര് മഗ്ഫിറത്ത് ചോദിച്ചാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി സ്വപ്നം കണ്ട് ദിനരാത്രങ്ങൾ കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട സഹോദരാ, നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട കേട്ടോ. നീ ഒളുവെടുത്തുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുകളിൽ ബാങ്കിന്റെ മാധുര്യം കേൾക്കുമ്പോ
ഉളവെടുത്തുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് നീ പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചാൽ ഓരോ ചവിട്ടടിക്കും നിന്റെ പാവങ്ങൾ അല്ലാഹു പുറത്തു തരുകയാ. ഓരോ ചവിട്ടടിക്കും പകരം നിനക്ക് നാളെ ആഖിറത്തിൽ നിന്റെ ദർജകൾ അല്ലാഹു ഉയർത്തി തരുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹാജിമാരോട് അള്ളാഹുവിന്റെ അതിഥികള് അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അറഫായിൽ നിൽക്കുന്ന സമയത്ത് പോലും അവര് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുമെന്നാണ്. വലിയ മഹത്വമുണ്ടവർക്ക്, വലിയ ഒരു പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർക്ക് നൽകുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. എങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹുജ്ജാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവേ യഗ്ഫിർ ലിൽ ഹുജ്ജാജി, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, എന്നിട്ട് അവര് ആർക്കൊക്കെ വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കുന്നു അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ലോകത്തിന്റെ ജനനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കില് ഇന്നലെ വരെ എങ്ങനെയുള്ള മനുഷ്യനാണോ അവൻ ഏറ്റവും കൂടുതൽ ദുസ്വഭാവത്തോടെ നടന്ന മനുഷ്യനായിരിക്കാം. എന്നാൽ ഇന്നവൻ അതെല്ലാം മാറ്റിവെച്ച് തൗബ ചെയ്ത് മടങ്ങി പരിശുദ്ധമായ കഅബാലയത്തിന്റെ മണ്ണിലേക്ക് അവൻ യാത്ര ചെയ്യുകയാം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മണ്ണിലേക്ക് യാത്ര ചെയ്യുകയാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ വരെ അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ ചിന്തിക്കണ്ട. ഇന്ന് തൊട്ട് അവൻ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി. അതുകൊണ്ട് അവനോട് നിങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവര് ദുആ ചെയ്താല് അവര് മഗ്ഫിറത്ത് ചോദിച്ച നമ്മുടെ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യയാണ്. അള്ളാഹുവിന്റെ റസൂല് ചെയ്ത കാര്യമാ പ്രിയമുള്ളവരെ. അതായത് പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിനായി ഉംറയ്ക്കായി പോകുന്നവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. വഅൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇസ്തഅദൻതു, ഞാൻ അനുവാദം ചോദിക്കുകയാം, അന്നിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറതി, ഉംറയ്ക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചപ്പോ ഫാദിനലി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അനുവാദം നൽകുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ തൻസനാ യാ ഉഖയ്യ, ഏ സഹോദരാ, ലാ തൻസനാ, നീ എന്നെ മറന്നു പോകല്ലേ. മഹാനായ ഉമർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ലാ തൻസനാ, നമ്മളെ നീ മറന്നു പോകരുതേ, എന്നെ നീ മറന്നു പോകരുതേ. യാ ഉഖയ്യ, അല്ലയോ സഹോദരാ,
ഉമർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മിൻ ദുആയിക, നിന്റെ ദുആയില് നീ എന്നെ മറന്നു പോകല്ലേ ഉമറേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് ഉമർ തങ്ങളോട് പറഞ്ഞെങ്കില് ഈ ഹാജിമാർ ഉംറയ്ക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന അള്ളാഹുവിന്റെ വാഹകരായ, അള്ളാഹുവിന്റെ അതിഥികളായ ആളുകൾക്ക് ഇത്രയും മഹത്വമുണ്ടെങ്കില് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്, അള്ളാന്റെ റസൂല് പോലും അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തെങ്കിൽ അവരുടെ മഹത്വം നീ മനസ്സിലാക്കണേ മുസ്ലിമേ. അതുകൊണ്ട് അവരോട് നീ നല്ല രീതിയിൽ പെരുമാറണേ, അവരോട് നല്ല രീതിയിൽ നീ അവരോട് സഹവസിക്കണേ എന്ന് ഇതിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാ. ചില ആളുകളുണ്ട്, എന്താണെന്നറിയോ, ഉസ്താദെ അവന്റെ ഇന്നലെ മുതൽ എങ്ങനെ നടന്നവനാണെന്ന് അറിയാം, ഇന്ന് ഹജ്ജിന് വന്നു, ഇവനൊക്കെ പോയിട്ട് എന്നാ പ്രതിഫലമുള്ളത് എന്ന് പറയുന്ന ചില ആളുകൾ. അങ്ങനെ പറയരുത്. എടാ, ഇന്നലെ വരെ മോശപ്പെട്ടവനായിട്ട് അവൻ ജീവിച്ചു, ഇന്ന് അവൻ തൗബ ചെയ്ത് നന്നാകാൻ തീരുമാനിച്ചെങ്കിൽ ഇനി അവനെ കുറിച്ച് പഴയ കാര്യം പറഞ്ഞ് അവനെ എടങ്ങേറാക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്, അത് ഏറ്റവും വലിയ മോശപ്പെട്ട സ്വഭാവമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഹാജിമാര് അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുക, ദുആ കൊണ്ട് നിങ്ങൾ വസിയ്യത്ത് ചെയ്യുവിൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.